ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ ഇത് 6ാം ദിനമാണ് അർജുൻ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. രക്ഷാദൗത്യത്തിനായി ഇപ്പോൾ സൈന്യവും എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ മഴ വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നറിയേണ്ടതുണ്ട്. അതോ ഈ വെല്ലുവിളികളൊക്കെ മറികടന്ന് സൈന്യം രക്ഷാദൗത്യവുമായി മുന്നോട്ട് പോകുമോ എന്നും അറിയേണ്ടതുണ്ട്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, നിലവിലെ അവിടുത്തെ സാഹചര്യം എന്താണ്? രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണോ സൈന്യം? കീർത്തന, രക്ഷാപ്രവർത്തനം ആർമി ഇവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ അവർ തെരച്ചിൽ ആരംഭിക്കും, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടും. പക്ഷേ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഇവിടെ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. വലിയ കാറ്റും മഴയും, അതിശക്തമായ മഴയാണ് ഈ അപകട സ്ഥലത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അത് ഈ രക്ഷാപ്രവർത്തനത്തെ, തെരച്ചിലിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സൈന്യത്തിന്റെ വരവ് കാത്തിരുന്നത്. സൈന്യം എത്തിയാൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ NDRF-ൽ നിന്നും അവർ വിവരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സൈന്യം ഈ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് അവരുടെ ഒരു എങ്ങനെയാണ് ഈ പ്ലാൻ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതൽ അപ്ഡേഷൻ ലഭിക്കുകയും ചെയ്യും. നിലവിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഒരു വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ ഈ മുകളിൽ നിന്ന് വെള്ളം കുത്തൊലിച്ച് താഴോട്ട് വരുന്ന സാഹചര്യം, മണ്ണിടിച്ചിലിന് സാധ്യത ഉണ്ട് എന്നതാണ് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോൾ അരുൺ പാറക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നിലവിൽ ആർമി എത്തിക്കഴിഞ്ഞു. വലിയ പ്രതീക്ഷയോടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴയാണ്. അതെങ്ങനെയായിരിക്കും ബാധിക്കുക? അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മഴ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിശക്തമായ മഴയാണ്, വലിയ രീതിയിലുള്ള കുത്തൊഴുക്കുണ്ട്. നേരത്തെ ഈ പ്രദേശവാസികളൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ കർണാടക ഉൾവനത്തിൽ മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ മഴ ശക്തമാകുന്ന സമയത്ത് ഈ തൊട്ടരികിലുള്ള ഗംഗാവലി നദി, ആ നദി ഒന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാവും. ഇന്ന് നദി എത്രത്തോളം കുത്തൊഴുക്കുണ്ട്, എത്രത്തോളം ശക്തമാണ് എന്ന കാര്യം മനസ്സിലാവും. അങ്ങനെ ഈ മലമുകളിൽ നിന്ന് ഊർന്നിറങ്ങുന്ന വെള്ളം ഈ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു, ദുഷ്കരമായി ബാധിക്കുന്നു. അത് ദോഷകരമായി മാറുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം. പ്രധാനമായും ഇന്ത്യൻ ആർമി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. വലിയൊരു പ്രതീക്ഷ ഈ കാര്യത്തിൽ, ഈ ഒരു രക്ഷാദൗത്യത്തിൽ ഉണ്ടായിരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഈ സംഭവ സ്ഥലം സന്ദർശിച്ചു. ഈ ഉദ്യോഗസ്ഥരുമായി, രക്ഷാദൗത്യത്തിന് ചുക്കാൻ പിടിക്കുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. മേജർ അഭിഷേകുമായി സംസാരിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ രക്ഷാദൗത്യം മുന്നോട്ട് പോയത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം പഠിച്ചു. ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുക, മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കർണാടക സർക്കാർ നിരന്തരമായി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ആർമി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. ഇനി കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പോയതിനു ശേഷം ആർമി ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം NDRF ഉണ്ട്. ഈ ഗംഗാവലി പുഴയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ആ പ്രദേശത്ത്, അതായത് ഇന്നലെ ഈ ലൊക്കേഷൻ കണ്ടെത്തിയ ആ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഒപ്പം ഈ നാവികസേനയുടെ സംഘം ഈ ഗംഗാവലി പുഴയിൽ ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ നേരത്തെ കോഴിക്കോട് MP MK രാഘവൻ സൂചിപ്പിച്ചിരുന്നു, ഈ സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോറിയുടെ ഭാഗം കണ്ടെത്താൻ സാധിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകും. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ് നമുക്കിപ്പം ചേരുകയാണ്. തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ അല്പം കൂടി, നമ്മൾ ക്യാമറമാൻ അല്പം കൂടി ദൃശ്യങ്ങളിലേക്ക് പോയാൽ നിലവിൽ JCB മണ്ണ് നീക്കുന്ന ആ ഇടത്ത്, അതായത് ആ ഒരു പോയിന്റിലാണ്, അതിന് തൊട്ട് മുകളിലാണ് നിലവിൽ ഇന്നലെ സിഗ്നൽ കണ്ടെത്തിയത്. ആ സിഗ്നൽ കണ്ടെത്തിയിടത്ത് നിന്നും താഴെ ഭാഗത്ത്, അതായത് അതിന് തൊട്ട് താഴെയുള്ള മണ്ണും ചളിയുമാണ് ഈ നേരത്തെ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തകർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിലൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നിലവിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായും മുകളിൽ നിന്ന് ഇവർ മണ്ണ് താഴെ നിന്ന് നീക്കം ചെയ്യുമ്പോഴും മുകളിൽ നിന്ന് വീണ്ടും ഇത്തരത്തിൽ വെള്ളം കുത്തിയൊലിച്ച് താഴോട്ട് വീഴുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നിലവിൽ സൈന്യം ആ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് നിലവിലെത്തിയിട്ടില്ല. അവരിവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. NDRF-വുമായും നിലവിലൂടെ ദൗത്യ സംഘത്തിൽ ഏർപ്പെട്ടവരുമായും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടെറൈൻ എന്താണെന്നുള്ള ഒരു പ്രാഥമിക പരിശോധന, ഒരു വിലയിരുത്തൽ നടത്തിയ ശേഷമായിരിക്കും ആർമി ഈ സൈന്യത്തിന്റെ സംഘം ഈ തെരച്ചിൽ ഈ പോയിന്റിലേക്ക് എത്തുക. അവർ എങ്ങനെയായിരിക്കും നിലവിൽ നമ്മൾ കാണുന്ന, അതായത് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് എങ്ങനെയായിരിക്കും അവരുടെ തെരച്ചിലിൻ്റെ ഒരു പ്ലാനിങ് എന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.
അവിടെ ഇന്നലെ ലഭിച്ചിരുന്ന സിഗ്നൽ ആ സിഗ്നൽ തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിൻ്റെ മുകളിൽ വശത്തായിട്ടാണ് ഈ ലോറി ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മണ്ണിനടിയിൽ ലോറി ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നത്. സ്വാഭാവികമായും ആ ഏരിയയിലായിരിക്കും ആദ്യം ആർമിയുടെ സംഘം എത്തുക, അല്ലെങ്കിൽ കരസേനയുടെ സംഘം എത്തുക. അവിടെയായിരിക്കും അവരുടെ തെരച്ചിൽ നടക്കുക. അപ്പോഴും പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത്തരം പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെയും ഇത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടന്നൊരു ചരിത്രം, അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള അനുഭവം കരസേനയെ സംബന്ധിച്ചിടത്തോളം, സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിരവധി ദുരന്ത മുഖങ്ങളിൽ അവർ നേരിട്ട് എത്തി. വളരെ ദുഷ്കരമായിട്ടുള്ള, ഇതിലും ദുഷ്കരമായിട്ടുള്ള ദുരന്ത മുഖങ്ങൾ അവർ നേരിടുകയും അതിജീവിക്കുകയും മറികടക്കുകയും ചെയ്ത ഒരു ചരിത്രവും അല്ലെങ്കിൽ അനുഭവവും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൽ തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷ അർപ്പിക്കുന്നത്. നിലവിൽ മറ്റ് ഈ തെരച്ചിൽ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തന സംവിധാനങ്ങളൊന്നും പ്രായോഗികമല്ല എന്ന് നേരത്തെ തന്നെ നമുക്ക് വ്യക്തമായതാണ്. ഇപ്പോഴും അവിടെ ഈ മണ്ണ് നീക്കുന്ന നടപടിയിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സൈന്യം ഇവിടെ എത്തി ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അവർ രക്ഷാപ്രവർത്തനത്തിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഒരു പൊതു സ്ഥിതി മനസ്സിലാക്കിയ ശേഷം രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാനായിരിക്കും സൈന്യം കരുതുക. എന്തായാലും നിലവിൽ ഇതിൽ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം സൈന്യം തെരച്ചിലിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമ്മളിപ്പോൾ അതിന് കുറച്ച് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ JCBയും ഹിറ്റാച്ചിയും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്ന സ്ഥലം, അവർ ഏകദേശം ഒരു പകുതിയോളം മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് നിലവിൽ ഈ ഇന്നലത്തെ സിഗ്നൽ സ്പോട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അവിടെ അതിൻ്റെ ഒരു പകുതിയോളം മണ്ണ് അവർ നീക്കം ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കൂടി ഈ മണ്ണ് നീക്കം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ സൈന്യത്തിൻ്റെ രക്ഷാപ്രവർത്തകർ ആ സ്പോട്ടിലെത്തി തെരച്ചിൽ നടത്തുകയും ചെയ്യും. എത്രത്തോളം സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോട്ട് കണ്ടെത്തി ഈ ലോറി ഇതിനടിയിൽ ഉണ്ടോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ ഒരുപക്ഷെ ഇനി പെട്ടെന്ന് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മണ്ണ് നീക്കം ചെയ്യൽ ദ്രുതഗതിയിൽ നടന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ കണ്ടതിനപ്പുറത്തേക്ക് മണ്ണ് വളരെ വേഗത്തിൽ അവർക്ക് നീക്കം ചെയ്യാനും, വലിയ ചെളി കൂനയായിരുന്നു ഉണ്ടായിരുന്നത്, അത് നീക്കം ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ പോയിന്റിൽ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തേണ്ട ഒരു ദൗത്യമാണ്. ആർമി സംഘം ഇത് കേന്ദ്രീകരിച്ചായിരിക്കും തെരച്ചിൽ നടത്തുക. ഇനി മറ്റൊരു സാധ്യത കൂടി, നിലവിൽ നേവി ഉൾപ്പെടെ ഈ പുഴയിലും തെരച്ചിൽ നടത്തുന്ന സാഹചര്യമുണ്ടായി. കരസേനയും അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുമോ എന്നും നമുക്കറിയേണ്ടതുണ്ട്. എന്തായാലും കരസേനയുടെ ഒരു സ്ട്രാറ്റജി, ഒരു പ്ലാനിംഗ് എന്തായിരിക്കുമെന്നുള്ളത്, അതിൻ്റെ ഒരു അപ്ഡേഷൻ അല്പസമയത്തിനകം നമുക്ക് ലഭിക്കും. എന്തായാലും നിലവിൽ സൈന്യത്തിൻ്റെ സംഘം ഈ രക്ഷാപ്രവർത്തന ദൗത്യ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. അവർ പ്രാഥമികമായിട്ടുള്ളൊരു അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അല്പസമയത്തിനകം ഈ മേഖലയിലേക്ക് തെരച്ചിലായി എത്തിച്ചേരും. തുടരുകയല്ല, ദൗത്യ മേഖലയുടെ ഏറ്റവും അടുത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യ മേഖലയുടെ തൊട്ടടുത്ത് നിന്ന് ഇപ്പോൾ കനത്ത മഴയ്ക്കിടയിലും വിശ്രമമില്ലാതെ ഹിറ്റാച്ചികൾ പ്രവർത്തിക്കുന്നുണ്ട്. മണ്ണ് നീക്കാനുള്ള ശ്രമം തുടരുന്നു. ഇനി കാത്തിരിക്കുന്നത് സൈന്യം എങ്ങനെ ഈ ദൗത്യത്തിൽ ഇടപെടും, അവരുടെ ആക്ഷൻ പ്ലാൻ എന്താണെന്നാണ്.